ഒരു മാറ്റം ഇല്ലല്ലോ ചേച്ചി, അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? അത് വീണൊക്കെ കണ്ണ് കാണാത്തോണ്ടാ. അയ്യോ, എനിക്ക് കണ്ണ് നന്നായി കാണുന്നതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ശരിക്കും ചേച്ചിക്ക് അന്ന് ആദ്യം ഞാനിങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചിരുന്നത് ചേച്ചി ഭയങ്കര ഒരു സീരിയസ് ആളാണ്, നമ്മളിങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ച് പിടിച്ചൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞു വന്ന് ഇവിടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ജോളിയാണ്, ചില്ലാണെന്ന്. അതാണോ ഈ സൗന്ദര്യത്തിന്റെ ഇങ്ങനെ ഭയങ്കര എപ്പോഴും ചിരിച്ചിരിക്കുന്നതാണോ? പറഞ്ഞത് എനിക്ക് ഇഷ്ടായി. അതാണോ അതിന്റെ രഹസ്യം? എന്താണ് എങ്ങനെ ചെറുപ്പമായിരിക്കാൻ ഒരു മാറ്റം ഇല്ലാതിരിക്കുന്നേ? പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടായി. അത്രയുള്ള ആൻസർ? അത്രേ ഉള്ളൂ എന്റെ ആൻസർ. ഒരു വിഡ്ഢിത്തരം. അയ്യോ, അങ്ങനെ ചേച്ചിയില് വല്ലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അപൂർവങ്ങളായി കാണുന്ന ചില പരസ്യങ്ങൾ, ഇങ്ങനെയൊക്കെ മാത്രമേ ചേച്ചി പ്രത്യക്ഷപ്പെടാറുള്ളൂ. ആകെ അല്ല, സത്യമായിട്ട് ഊർമിള ഉണ്ണിയുടെ മോളുടെ കല്യാണ വീഡിയോ വൈറൽ ആവാൻ കാരണം ചേച്ചിയായിരുന്നു. ചേച്ചി ഇതൊക്കെ അറിയണ്ടായിരുന്നോ? ഇതൊക്കെ ചേച്ചി അറിയണ്ടായിരുന്നോ എവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ? അങ്ങനെയല്ല ചേച്ചി, ഞാനിങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി എല്ലാത്തിനും എനിക്കൊന്നും പറയാൻ അറിയില്ല, എന്താ പറയാ ആണ്. എങ്കിൽ ഞാനൊരു ക്ലീശ ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും എന്ന് ബിജുചേട്ടന്റെ ഇന്റർവ്യൂ എടുത്താലേ എല്ലാരും ചോദിക്കുന്ന ആ ചോദ്യം എന്തായിരിക്കും ചേച്ചിക്ക് ഊഹിക്കാമോ? എന്തായിരിക്കും ആ ചോദ്യം? സംയുക്ത ചേച്ചി എന്ന് സിനിമയിലേക്ക് തിരികെ വരുമോ? അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞ, അതാണ്. അതുകൊണ്ട് എനിക്കറിയില്ല, അതിന് ഉത്തരമില്ല. അല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഇനി സിനിമ ഏതെങ്കിലും ചെയ്യണോ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചില കഥകളൊക്കെ ഇങ്ങനെ വരും, സ്ക്രിപ്റ്റ് വരും, ചിലതിങ്ങനെ ഒരു സജഷൻ വരും. പക്ഷെ അതങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ ആലോചിച്ചിട്ടില്ല. അതിങ്ങനെ വരും, അങ്ങനെ അത് കേൾക്കാം. ചിലപ്പോ ഒന്നോ രണ്ടോ കഥ ഈ അടുത്ത് ഞാൻ കേട്ടു, നല്ല കഥകളൊക്കെയാണ്. പക്ഷെ അതിനേക്കാളും പ്രാധാന്യം ചിലപ്പം ആ സമയത്ത് എന്തെങ്കിലും ഒരു കോഴ്സ് ഇങ്ങനെ വർക്ക്ഷോപ്സ് ഒക്കെ വരും. അപ്പൊ അത് വരുമ്പോ പിന്നെ ഞാൻ അതിലേക്ക് ശ്രദ്ധ പോകും. പിന്നെ അതിനെപ്പറ്റി ഞാൻ അതിങ്ങനെ അതിന്റെ പിന്നാലെ പോവാറില്ല. പഴശ്ശിരാജയില് കനിക അഭിനയിച്ച റോള് ചേച്ചിക്കായിരുന്നു വന്നിരുന്നത് എന്ന് ഞാൻ വായിച്ചു. അത് അപ്പൊ അങ്ങനെയൊക്കെ ചില റോളുകൾക്ക് വരുമ്പോ അത് ചിലപ്പോ ഒരു വളരെ ചരിത്രപ്രധാനമായ സിനിമയാണ്, ചിലപ്പോ നമ്മളെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ്, ചെയ്തേക്കാം. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ദക്ഷ് വളരെ ചെറിയ കുട്ടിയാ, വളരെ ചെറുതാ. അപ്പം എനിക്ക് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ മദർഹുഡ് ശരിക്കും എൻജോയ് ചെയ്യുന്ന ടൈമാ. അപ്പൊ എനിക്ക് അതുകൊണ്ടായിരിക്കും എനിക്ക് അപ്പൊ അന്ന് അങ്ങനെ തോന്നിയില്ല അഭിനയിക്കാനൊന്നും. ഇനി എനിക്ക് ഞാൻ കുറച്ച് പഴയ കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയം, അപ്പോ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നു ഇനി ആ സിനിമ ചെയ്യുന്നില്ല എന്ന്. അപ്പോ അതിനൊക്കെ ഇങ്ങനെ ഈ ലൈം ലൈറ്റിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോ എപ്പോഴെങ്കിലും ചേച്ചിക്ക് ബോറടിച്ചിട്ടുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോ ഈ കൊറോണ സമയത്ത് കുറച്ച് ബോറടിച്ചു. അതാണ് ആദ്യമായിട്ട് എനിക്ക് ബോറടിച്ചത്. ഇതുവരെ എനിക്ക് അങ്ങനെ ബോറടിച്ചില്ല. കാരണം ഞാൻ മിക്കവാറും ഞാൻ മൈസൂർ പോകുമ്പോൾ അങ്ങനെ പഠിക്കാനുണ്ടാവും, എനിക്ക് ക്ലാസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇയർ കൊറോണ നല്ല രസമായിരുന്നു. ബിജുവേട്ടനും ഒക്കെ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വീട്ടിലുണ്ടാവും. ദക്ഷും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അത് നല്ല രസമായിരുന്നു. ഓരോ രണ്ടാമത്തെ കൊല്ലം ഒരു ജാനുവരിയില്, ഇക്കൊല്ലം ജാനുവരി വരെ ഉണ്ടായിരുന്നില്ലേ ശരിക്കും. ജാനുവരി ഇങ്ങനെ തുടങ്ങുമ്പോ ഒരു തേർഡ് വേവോ ഫോർത്ത് വേവോ അപ്പൊ എനിക്ക് ശരിക്കും ബോറടിച്ചു, നല്ല ബോറടിച്ചു. ആ സമയത്ത് യോഗ ചെയ്യുന്നില്ലേ? യോഗ ചെയ്യുന്നുണ്ട്. പക്ഷെ രാവിലെ എണീക്കുക, യോഗ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, പിന്നെ രാവിലെ എണീക്കുക, യോഗ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അത് മാത്രം. പുറത്തേക്കേ ഇറങ്ങണില്ലല്ലോ.